ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു നല്ലൊരു ഞായറാഴ്ചയാണ് കേട്ടോ. കുട്ടികളും അച്ഛനും നല്ല ഉറക്കത്തിലാണ്. നമ്മുടെ വീടിൻ്റെ റൂമിലുള്ള ജനൽ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നുള്ള വ്യൂ ആണ് ഇത് കേട്ടോ. നല്ല പച്ചപ്പ് നിറഞ്ഞ തൊടിയാണ് ബാക്ക് സൈഡുള്ളത്, വീടിൻ്റെ സൈഡിലുള്ളത്. അപ്പോൾ ഇതാ ഞാൻ മോർണിംഗ് വ്യൂ ഒന്ന്, നമ്മുടെ ഫ്രണ്ടിലുള്ള മോർണിംഗ് വ്യൂ ഒന്ന് കാണിച്ചു തരാമേ. വാതിൽ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ടിൽ വളരെ വിശാലമായിട്ടുള്ളൊരു മുറ്റാണുള്ളത്. പിന്നെ ഇടതുഭാഗത്ത് ഒരു വലിയൊരു തൊടിയാണ്, അതിൽ ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ് കിടക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചപ്പോൾ ചേന മുളച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഒരാഴ്ച കൊണ്ട് ഇത്രയും വലുതായിട്ടോ. ഇവിടെ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ പച്ചപ്പ് നിറഞ്ഞ ഒരു തൊടി എന്ന് പറയണത്. ഫുള്ള് പച്ചപ്പാണ്, കാണാൻ നല്ല ഭംഗിയാണ്. രാവിലെ ജനൽ തുറന്നാൽ തന്നെ കാണുന്ന കാഴ്ച നല്ല ഭംഗിയാണ്. കിളികളുടെ സൗണ്ടും ചീവീടുകളുടെ സൗണ്ടൊക്കെ കാണാം നമുക്ക് രാവിലെ തന്നെ. ഇത് ഞാൻ കുറച്ച് എൻ്റെ കൂർക്ക നട്ടതാണ്. അതായത് കറി വയ്ക്കാൻ വാങ്ങിയത് മുളച്ചപ്പോൾ ഞാൻ വെറുതെ മണ്ണിൽ കൊണ്ട് ഇട്ടത്, അത് നന്നായി വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ കറി വയ്ക്കാൻ വാങ്ങിയത് ഇഞ്ചി മുളപ്പിച്ചതും ആണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത്. അതും ചെടിയായി മാറി. പക്ഷെ അത് കഴിഞ്ഞ വർഷം ഇട്ടതാണ് കേട്ടോ. ഇപ്രാവശ്യമാണ് അത് വളർന്ന് ചെടിയായി മാറിയത്. ഇത് മുത്തശ്ശി കൊണ്ട് നട്ടു വെച്ചതാ. ചേനയും മുത്തശ്ശി നട്ടതാ. ഇതെൻ്റെ മുത്തശ്ശൻ നട്ട തെങ്ങാണ് കേട്ടോ. പിന്നെ ഞാനും എൻ്റെ അതുക്കുട്ടനും കൂടെ ഒരു തെങ്ങ് നട്ടിട്ടുണ്ടേ. അതാണ് ആ തെങ്ങ്. ഈ പാത്രം എൻ്റെ എല്ലാ വീഡിയോയിലും അവിടെ കിടക്കുന്നുണ്ട്. അത് ആ തെങ്ങിലുള്ള വെള്ളം മുക്കിക്കളയാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രമാണ് കേട്ടോ. ഇന്നലെ അമ്മ വന്നപ്പോൾ കുറച്ച് പയറൊക്കെ അവിടെ നട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയണത്. നിറയെ മുറ്റമുണ്ട് എനിക്ക് അടിച്ചു വാരാനായിട്ട്. രാവിലെ എണീച്ചാൽ നിറയെ മുറ്റടിക്കൽ, നിറയെ ഇലകൾ വീണിട്ടുണ്ടാവും. അപ്പോൾ മുറ്റടിക്കൽ വലിയൊരു പണിയാണ്. രാവിലെ മിക്കവാറും സമയമൊന്നും കിട്ടാറില്ല. മിക്കവാറും ഉച്ചയാവും. മുറ്റൊക്കെ അടിച്ചു വാരുമ്പോഴേക്കും ഉച്ചയാവും. ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടിൽ ഏട്ടനുള്ളത് കൊണ്ട് എനിക്ക് മിക്കവാറും രാവിലെ തന്നെ ഞാൻ അടിച്ചു വാരും. അപ്പോൾ സൈഡിലും ഫുള്ള് പറങ്കിമാങ്ങയുടെ തോട്ടവും എല്ലാം ആണ്. ഈ ഒരു വാതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഡോറ് എൻ്റെയും എൻ്റെ അനിയൻ്റെയും സെലക്ഷനാണ് ഈ ഡോറ്. നിങ്ങൾ വീട് പണി സമയത്ത് ഒരുപാട് സെലക്ട് ചെയ്തിട്ട് ചൂസ് ചെയ്തിട്ടുള്ള ഒരു ഡോറാണിത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരണേ, ഡോർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് തരണേ. ഇതെൻ്റെ മോൾ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് കലാവിരുതുകളാണ് കേട്ടോ. അപ്പോഴേക്കും വിളി വന്നു ഗൈസ്. റൂമിൽ നിന്ന് അതുക്കുട്ടൻ്റെ വിളി വന്നു. പോയി നോക്കുമ്പോഴാണ് ചിക്കൻ വാങ്ങാൻ പോകാനുള്ള റെഡിയിലാണ് അച്ഛനും മക്കളും കൂടെ. ഇന്ന് ഞായറാഴ്ച അല്ലേ. അപ്പോൾ ചിക്കൻ വാങ്ങാമെന്ന് പോകാമെന്ന് പറയുമ്പോഴേക്കും അനുക്കുട്ടിയൊക്കെ ഓടിപ്പോയി പല്ല് തേച്ച് ബ്രഷ് ചെയ്ത് റെഡിയായി വന്നു. മക്കൾക്ക് മഴ തുടങ്ങിയതും എല്ലാവർക്കും കോൾഡ് പിടിച്ചു. നല്ല ചുമയും തൊണ്ടവേദനയും എല്ലാ പ്രശ്നങ്ങളും മക്കൾക്കും എനിക്കും ഉണ്ട്. അതുകൊണ്ട് കുറച്ച് സൗണ്ടിൻ്റെ ക്ലാരിറ്റി കുറവ് ഉണ്ടാവും എന്ന് വിചാരിക്കണം. പിന്നെ അത് അവർ ചിക്കൻ വാങ്ങാനായിട്ട് പുറപ്പെട്ട സമയത്താണ് ഏട്ടന് മനസ്സിലായത് പേഴ്സ് മറന്നു. എപ്പോഴും പോലെ എന്തെങ്കിലും മറന്നു വെക്കൽ എപ്പോഴും പതിവാണ്. എന്തെങ്കിലും ഹെൽമെറ്റ്, അല്ലെങ്കിൽ വണ്ടിച്ചാവി, അല്ലെങ്കിൽ പേഴ്സ്. ഈ മൂന്നും മൊബൈൽ പിന്നെ എപ്പോഴും കയ്യിലെടുക്കും. ഈ മൂന്ന് എപ്പോഴെങ്കിലൊക്കെ മറന്ന് വെക്കാറുണ്ട്. അങ്ങനെ പേഴ്സൊക്കെ എടുത്തു കൊടുത്ത് ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. ഭയങ്കര ഹാപ്പിയാണ്. അച്ഛൻ വന്നു കഴിഞ്ഞാൽ രണ്ടു പേർക്കും നല്ല ഹാപ്പിയാണ്. കടയ്ക്ക് പോകാനും സാധനങ്ങൾ വാങ്ങാൻ പോകാനും ഭയങ്കര ഇൻട്രസ്റ്റാണ് മക്കൾക്ക്. ഞാൻ എവിടെ അങ്ങനെ കൂട്ടിയിട്ട് പോവില്ലല്ലോ. ഏട്ടൻ വരുമ്പോഴല്ലേ ഉള്ളൂ അവർക്കൊരു റിലാക്സേഷൻ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പോവാറുണ്ട്. അപ്പോൾ അതാ രാവിലെ കിച്ചണിൻ്റെ അവസ്ഥയാണ് അത് കാണുന്നത്. മരുന്നുകൾ കണ്ടില്ലേ, നിറയെ മരുന്നാണ്. വീട് മൊത്തം മരുന്നുകളാണ് കുട്ടികളുടെയും. ഈ ഒരു സാധനം എന്നും പതിവായി നമ്മുടെ വീട്ടിൽ ഉണ്ടാവും. രാവിലെ എണീച്ച ബദാം അവൾ തന്നെയാണ് വെള്ളത്തിലിട്ട് വെക്കുക. അതുകൊണ്ട് ഓർമ്മയോടുകൂടി അവളിടും. ഞാനാവുമ്പോൾ മിക്കവാറും മറന്നു പോകും വെള്ളത്തിലിടാൻ. അവൾക്ക് അത് നല്ല ഓർമ്മയാണ്. അത് കഴിക്കാനും നല്ല ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ രാവിലെ ഞാൻ എന്തായാലും ചിക്കനുള്ള കറിക്കുള്ളത് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ചക്കക്കുരു കുറേ ഇരിക്കണു പഴയത്. ഇനി അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അത് കളയാമെന്ന് വെച്ചു. അങ്ങനെ അത് അവർ ചിക്കൻ കൊണ്ടുവന്നത് കുറച്ച് ക്ലീൻ ചെയ്യാണ് കേട്ടോ. ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഇന്ന് കുറച്ച്
കുമ്പളങ്ങി ഇട്ടിട്ട് പാലക്കാടൻ സ്റ്റൈലിൽ കറി ഉണ്ടാക്കുക. കുമ്പളങ്ങിയും ഇറച്ചി ഇട്ടിട്ട് ഇവിടെ കല്യാണ വീടുകളിലൊക്കെ പാലക്കാട് സൈഡൊക്കെ തലേ ദിവസം രാത്രി ചോറും ഈ സാധനം ഉണ്ടാവും. പിന്നെ ഒരു അച്ചാർ ഉപ്പേരി അങ്ങനെ ഉണ്ടാവാറുണ്ട്. നല്ല ടേസ്റ്റാണ് ആ കറി. തേങ്ങ അരച്ചൊഴിച്ചിട്ടുള്ള കുമ്പളങ്ങിയും ഇറച്ചിയും കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ഞങ്ങളുടെ ഭാഗത്തൊക്കെ. അപ്പോൾ അതിന് കുറച്ച് എല്ലുള്ള പീസുകളൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കി കറിയിലേക്ക് ഞാൻ കറി മീൻസ് തമിഴിലാട്ടോ കറി എന്ന് പറയുക. ബാക്കിയുള്ള ചിക്കനിലേക്ക് ഞാൻ മസാലകളും മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ കുരുമുളകും മഞ്ഞളും ഉപ്പൊക്കെ തിരുമ്പിയിട്ട് കുറച്ച് മാറ്റി വെച്ചു. അപ്പോൾ ചിക്കൻ കറി വെക്കാൻ എൻ്റെ കയ്യിൽ വേറെ പ്രത്യേകിച്ച് പാത്രങ്ങളൊന്നുമില്ല. ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ വലിയൊരു പോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബിരിയാണി പോട്ടാണ് ഇതിൽ തന്നെയാണ് മിക്കവാറും ചിക്കൻ കറി വെക്കുക. വേറെ പാത്രം എൻ്റെ കയ്യിൽ കുറവാണ്, ഷോർട്ടാണ്. അപ്പോൾ ഏട്ടനും കൂടെ സമയം വൈകിയത് കൊണ്ട് ഏട്ടൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് തരാൻ വന്നിട്ടുണ്ട്. ഞാനപ്പോൾ വേഗം കറിയാക്കിയിട്ട് പൂരി ആകുമ്പോൾ വേഗം കഴിക്കാമല്ലോ രാവിലെ അത് ഈസി അല്ലേ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കണതിനും വെച്ചും പൂരി ഉണ്ടാക്കലാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുക. അപ്പം ഞാൻ വേഗം പൂരി ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടികളും അതുപോലെ ചിക്കൻ കറിയുടെ പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഉള്ളി അരിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ ഫുള്ള് വെള്ളം. കരഞ്ഞുകൊണ്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് അപ്പം വേഗം എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ സ്പീഡായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ടൈം ഒരുപാട് വൈകി പോയി. 10 മണി 10:30ക്കാണ് ഞായറാഴ്ചകളിൽ ഡെയിലി മക്കൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. നേരത്തെ എണീക്കണം എന്ന് വിചാരിക്കും, പക്ഷെ എന്നും നടക്കാറില്ല. കുട്ടി ഓരോന്ന് മലയാളം വായിക്കാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളമൊക്കെ കുറവാണ്, വായിക്കാനൊക്കെ ഡൗൺ ആണ് ആൾ. അപ്പോൾ ഇപ്പോൾ മലയാളം വായിക്കലാണ് മെയിൻ ജോലി. കുറച്ച് കാലം വായനാ ദിനം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ടീച്ചേഴ്സ് അവിടെ ക്ലാസ്സിൽ സ്കൂളിൽ പറയുന്നുണ്ടായിരുന്നു 2 ആഴ്ച വായനാ ദിനം ആയതുകൊണ്ട് മലയാളം വായിക്കണമെന്ന്. അപ്പോൾ അവൾക്കും കുറച്ച് ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങി. മലയാളം വായിച്ച് കിട്ടാൻ തുടങ്ങിയപ്പോൾ അക്ഷരങ്ങളൊക്കെ നന്നായി പഠിച്ചപ്പോൾ അങ്ങനെ കുറച്ച് ചിഹ്നങ്ങളും കുത്തുകളും അങ്ങനെയുള്ളതൊക്കെ പഠിച്ചപ്പോൾ കുറച്ചും കൂടെ അവൾക്കും വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങി മലയാളത്തിൽ ഇപ്പോൾ. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കുമ്പളങ്ങയും ഇറച്ചിയും കറിയും പിന്നെ ചോറും പിന്നെ രാവിലത്തെ പൂരിയും അതാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കിയത്. പിന്നെ അനിയൻ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഇവിടെ ഒരു ഗ്ലാസ് നമ്മുടെ ഡ്രസ്സിങ് ടേബിളിലുള്ള മിറർ ഉണ്ടല്ലോ അതൊന്ന് സ്ക്രാച്ചായി. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു കണ്ണാടി വീട്ടിൽ അങ്ങനെ വെക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ പൊട്ടിയ കണ്ണാടി വെക്കുന്നത് നല്ലതല്ലല്ലോ. അതിങ്ങനെ ചിന്നൽ വന്നു ക്രോസായിട്ട്. അപ്പോൾ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അനിയനോട് ശനിയാഴ്ച തലേ ദിവസം തന്നെ ഒന്ന് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവനത് പോയി വാങ്ങി കട്ട് ചെയ്ത് അവൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഞായറാഴ്ച വന്ന് ചെയ്തു തരാം ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അപ്പോൾ അവനും വരുന്നുണ്ടല്ലോ, അപ്പോൾ അവനും വൈഫും കുട്ടിയും ഉണ്ടാവും. അപ്പോൾ ഞാനെന്നാൽ ചിക്കൻ കുറച്ചധികം വാങ്ങി അവർക്കും കൂടെ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട്. അങ്ങനെ അവരും കൂടെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ലഞ്ചിന്. പിന്നെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കറികളൊക്കെ ആയി. രാവിലെ തന്നെ ഞങ്ങൾ പൂരി കഴിച്ച് പിന്നെ ഞാൻ വിറകടുപ്പിൽ അങ്ങനെ ചോറൊക്കെ ആക്കി. രാവിലത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം അടിക്കലും വീട് ക്ലീൻ ചെയ്യലും തുണികളൊക്കെ മഴയായതുകൊണ്ട് അവിടെയും ഇവിടെയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ വെയിൽ വരുമ്പോൾ എല്ലാം ഒന്ന് ഉണക്കിയെടുക്കണം എന്നുള്ളത് ഇന്നത്തെ വലിയൊരു ടാസ്ക്കാണ്. അങ്ങനെ ഞാൻ പൂരി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോഴൊക്കെ പൊള്ളി വരാറുണ്ട് ഗൈസ്, ചിലപ്പോൾ അങ്ങനെ താന്നു പോവാറുണ്ട്. മക്കളിതവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏട്ടനിതാ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആയില്ലേ എന്ന് ചോദിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ടേ. അതുകൂട്ടനിതാ അംഗൻവാടിയുടെ കിളിക്കൊഞ്ചൽ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. കാക്കകളെ പോൽ പറക്കുന്നു പറക്കുമ്പോൾ ഞാൻ പാടുന്നു ലാ 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 ലാ. പറക്കുമ്പോൾ ഞാൻ പാടുന്നു ലാ 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 ലാ. അങ്ങനെ തുണികളൊക്കെ ഉണങ്ങാനിടാനായിട്ട് ഞാൻ മുകളിലാണ്. ഇപ്പോൾ കുറേ മഴക്കാലം തുടങ്ങിയപ്പോൾ മുറ്റത്ത് അഴയിലിടുന്നില്ല, ചളി തെറിക്കില്ലേ താഴെ വീഴില്ലേ എന്ന് വെച്ചിട്ട്. അങ്ങനെ മുകളിൽ പോയിട്ട് തുണികൾ ഇതിനകത്താണ് കേട്ടോ. ഞങ്ങളുടെ സ്റ്റെയർ റൂമിലാണ് ഞാൻ നനഞ്ഞ തുണി ഇടുക. വെയിൽ വരുമ്പോൾ എടുത്തത് പുറത്തിടും. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തൽക്കാലത്തെ തട്ടിക്കൂട്ടിയിട്ടുള്ള അഴയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കോലെടുത്ത് അതിൽ കെട്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ ഞാൻ നിർമ്മിച്ചിട്ടുള്ള എൻ്റെ അഴയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. മുകളിൽ പോകുക എന്ന് പറയുമ്പോൾ എപ്പോഴും വാല് പോലെ എൻ്റെ അതുക്കുട്ടൻ പിന്നാലെ ഉണ്ടാവും. താഴെ നിൽക്കാൻ പറഞ്ഞാൽ അവൻ കേൾക്കില്ല, അവൻ കൂടെ തന്നെ ഉണ്ടാവും. ഭയങ്കര ഹാപ്പിയാണ് അവന് മുകളിൽ വന്ന് കളിക്കുക എന്ന് പറഞ്ഞത്.
ഞങ്ങളുടെ മുകളിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അത്. ആ പച്ചപ്പ് എന്നും അവിടെ തന്നെ ഉണ്ടാവട്ടെ ഗൈസ്. ആ തൊടി വിൽക്കുന്നത് വരെ ഉണ്ടാവുള്ളൂ. നമ്മുടെ അടുക്കളയിൽ ഇതാ ഭക്ഷണം കറികളൊക്കെ ആയിട്ടോ. ഇതാണ് പാലക്കാടൻ സ്റ്റൈൽ കുമ്പളങ്ങ കറി, ചിക്കൻ്റെ ഫ്രൈയും ചോറും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ അനിയനും ഭാര്യയൊക്കെ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, കുട്ടി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പാടത്തേക്കൊന്ന് പോവാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിച്ചിട്ട് വരാം. അതുകൂട്ടം പറഞ്ഞു പുഴയിൽ പോകണമെന്ന്. പുഴയിൽ പോകാൻ അവിടെ ഒക്കെ കാട് പിടിച്ച് കിടക്കുകയാണെന്ന് അനിയൻ പറഞ്ഞു. അപ്പം എന്നാൽ പിന്നെ നമുക്ക് കുളത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കുളം കാണാൻ പോയതാണ്. ഞങ്ങളുടെ അമ്പലക്കുളമാണ് കേട്ടോ. ഭഗവതിയുടെ അമ്പലവും കൂടെയുള്ള ഒരു കുളവും ആണ് അവിടുത്തെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്നല്ല, അവിടെ നല്ലൊരു നമ്മൾ ചെറുപ്പം തൊട്ടേ കളിച്ച് വളർന്നിട്ടുള്ള കുളമാണ് അവിടെ. ഫുള്ള് ഇതിൻ്റെ പേരെന്താ, ഈ പൂവിൻ്റെ പേര് അസുരവിത്ത് എന്നോ അങ്ങനെ എന്തോ ഈ ഭാഗത്തൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിറഞ്ഞ് കിടക്കുന്നുണ്ട്, കാട് പോലെ. നല്ല ഭംഗിയാണ് കേട്ടോ കാണുന്നത്. ഫുള്ള് നിറയെ നമ്മുടെ നടക്കുന്ന വഴികളിൽ ഫുള്ളായിട്ട് ഈ അസുരവിത്ത് നിറഞ്ഞ് നല്ല ഭംഗിയിൽ പടർന്ന് കിടക്കുന്നുണ്ട്. ഞാനപ്പോൾ എനിക്ക് എണ്ണ കാച്ചാനായിട്ട് മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ എണ്ണ കാച്ചി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കഞ്ഞുണ്ണി ഉണ്ടല്ലോ, എന്താ അതിന് പറയുക, ഭൃംഗരാജോ എന്തോ പറയും, എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഇതാണ് ഞങ്ങളുടെ കുളം കേട്ടോ. വലിയ കുളമാണ്. സൈഡിലൊന്നും കെട്ടിയിട്ടില്ല, പക്ഷെ അമ്പലത്തിൻ്റെ ആ സൈഡിൽ കുറച്ച് പടവുകളൊക്കെ കെട്ടിയിട്ടുണ്ട്. വെള്ളം എന്താ പാടത്തേക്ക് ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക. അതിൽ കുറേ മീനുകൾ, വലിയ വലിയ മീനുകളൊക്കെ ചാടിപ്പോയി എന്നാണ് അനിയൻ പറഞ്ഞത്. ഈ മഴക്കാലത്ത് ഈ ബണ്ട് പൊട്ടിയിട്ട് അങ്ങനെ നിറയെ പാടത്തേക്ക് വെള്ളം പോവാറുണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു മീനുകൾ മാത്രം ഇങ്ങനെ കയറി വരും. നല്ല ഭംഗിയാണ് കേട്ടോ നേച്ചർ അവിടുത്തെ. നല്ല പ്രകൃതി ഭംഗിയും കാറ്റും. ഇന്നത്തെ കാറ്റും അതിലും അടുത്ത ദിവസത്തേക്ക് മക്കൾക്ക് ചുമയും പനിയൊക്കെ കൂടുതലായിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ സൺഡേയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.